ഹലോ, ഈസി ടേസ്റ്റി ക്വിസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഇന്ന് ഞങ്ങൾക്ക് അത്താഴത്തിന് ഒരു ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പായിട്ട് ഉപയോഗിക്കും. പിന്നെ അല്ലാണ്ട് ഞാനത് ശരിക്കും ഒരു സ്റ്റൂ പോലെ ഉപയോഗിക്കും കേട്ടോ. ഞങ്ങൾ ബോംബെയിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് ഒരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ രാവിലെ ഇത് തരുമായിരുന്നു, ബ്രെഡും ഒരു നാല് കഷ്ണം ബ്രെഡും പിന്നെ ഇതും കൂടെ തരുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഇവിടെ മക്കൾക്ക് രാത്രിയിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നേരത്തെ നിങ്ങൾക്കും കൂടെ എനിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് തീരുമാനിച്ചത്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതാണ്. ഇത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, പിന്നെ എന്താ പൊട്ടറ്റോ ഉണ്ട്. കാരണം ഞങ്ങൾ ചിരിക്കുന്നതല്ല, എനിക്കിത് പെട്ടെന്ന് മറക്കും കേട്ടോ ഈ സാധനം. അപ്പോൾ അതാണ് ഞാൻ പോലും ചിരിക്കുന്നത്. പിന്നെ ഇത് ക്യാബേജ് ഉണ്ട് കേട്ടോ. ഇനി പച്ചമുളക് വേണമെങ്കിൽ ഇടാം, ബാക്കി എന്തെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ ഞാൻ സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനമൊന്നും ചേർക്കുന്നില്ല. മക്കൾക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ്. പിന്നെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനുണ്ട്. ഇത് ബോൺലെസ് ഒന്നുമല്ല, സാധാരണ ചിക്കനുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു 5 മിനിറ്റുള്ളിൽ നമ്മുടെ പണി കഴിയും. പൊട്ടറ്റോവും തക്കാളിയും ഇതെല്ലാം കുറച്ച് വലിയ ചങ്കി പീസസ് ആയിട്ട് അരിയും. ക്യാബേജും നേരത്തെ അരിയണ്ട, നമ്മൾ ഇതിൽ കിടക്കുന്ന പോലെ കുറച്ച് വലുതായിട്ട്. ഇതെല്ലാം നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ അത്യാവശ്യം അങ്ങ് വെള്ളം ഒഴിക്കാം, കാരണം കുറച്ച് നല്ലപോലെ ഒന്ന് നിറഞ്ഞു നിന്നോട്ടെ വെള്ളം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ അത്യാവശ്യത്തിന് മാത്രം ഇടുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയേ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില നമുക്ക് ഇഷ്ടമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് മല്ലിയില, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മല്ലിയില ഇടുന്നുണ്ട്. ഇപ്പോൾ ചിക്കന് വെജിറ്റബിളും മല്ലിയിലയും ഉപ്പും എത്രയായിരുന്നു, 1 ടീസ്പൂൺ ഇത് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു 2 വിസിൽ നല്ലപോലെ ഒന്ന് വെന്തോട്ടെ. എന്നാലും അങ്ങ് എന്താ പറയുക, ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, എന്നാൽ വെന്ത് കിട്ടണം. എന്നിട്ട് ഞാനതിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ഇത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഒരു 4 മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് മെല്ലെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അധികം അങ്ങ് പൊട്ടിപ്പോകരുതേ, ഇതിങ്ങനെ മെല്ലെ ആ തീയിൽ കിടന്നിട്ട് ആ മഞ്ഞക്കറി പിന്നെ വെന്ത് വരും. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ സൂപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൂപ്പ് റെഡിയാണ്. ഇത് പൊട്ടിക്കാതെ എടുക്കുക എന്നുള്ളതാണ് ഒരു നമ്മുടെ എന്താ പറയുക എഗ് ലക്ഷ്യം. ഇത് തന്നെ മോനെ, പോച്ച്ഡ് എഗ്. ഇങ്ങോട്ട് പിടിക്കുക. ഓക്കെ, ഞാനിത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഇവര് സൂപ്പായിട്ട് കഴിക്കും, ഞാനിതിൽ ബ്രെഡിൻ്റെ കൂടെ. ചൂടാണേ, നോക്കണം, ഇങ്ങോട്ട് നീക്കി പിടിക്കണേ. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കണം കേട്ടോ. എല്ലാ ദിവസവും നമ്മളിപ്പം ചോറും എന്താ പറയുക ചപ്പാത്തിയും അങ്ങനെയൊക്കെയല്ലേ കഴിക്കുക. അപ്പം ഇടയ്ക്കൊരു ജസ്റ്റ് ഒരു സൂപ്പോ ഒക്കെ ആക്കിയാൽ കൊള്ളാം, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക മുളക് പൊടിയൊക്കെ ഇടുക. സാധാരണ ഞാൻ ചെയ്യുമ്പം മുളക് പൊടി ഒന്നും ഇടാറില്ല, വേണ്ടേ, കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുക. പിന്നെ എൻ്റെ ഇതിലേക്ക് നമ്മുടെ ഇത്
പിന്നെ ഇത് സ്റ്റൂ ആയിട്ട് എടുക്കാം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലതാണേ. നമ്മളതിൽ വൈറ്റ് റൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് ഓക്കെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സാധനം. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണ്. പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് 2 വിസിൽ അടുപ്പിക്കുക. പിന്നെ എഗ്ഗ് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ എഗ്ഗ് ഫുള്ളായിട്ട് ഇടുക. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പറയടാ. സബ്സ്ക്രൈബ്, കമന്റ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടാറ്റാ. ഓ ജീസസ്.